അസ്സലാമലൈക്കും ഗൈസ്. ഇപ്പം നമ്മുടെ ട്രെയിനിലെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷമായിട്ടാണ് നോക്കുന്നത്. ഞങ്ങൾ രാവിലെ തന്നെ നീച്ചോ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇന്ന് ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് നല്ല കോടയായിരുന്നു കേട്ടോ. രാവിലെ എന്തോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. മോർണിംഗിന് ഒരു കുറേ ടൈം ഉണ്ടായിരുന്നു കേട്ടോ. ഈ കോട നല്ലോണം നേരം ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു തുരങ്കാണ് കേട്ടോ. കണ്ടാൽ തോന്നില്ലേ ഇരുട്ടാണ് എന്ന്? അല്ല സോറി, രാത്രിയാണ് തോന്നണില്ലേ. പക്ഷെ രാത്രിയല്ല ഗൈസ്, പകൽ തന്നെയാണോ അത്? എന്താ ചെയ്യാം, കണ്ടില്ലേ. പിന്നെ ഞങ്ങളിങ്ങനെ എല്ലാവരും ഇരുന്നിങ്ങനെ ഓരോന്ന് സംസാരിച്ചിങ്ങനെ ഇരിക്കാം കേട്ടോ. അപ്പോഴാണ് പിന്നെയും പോകുമ്പോൾ ഈ കോട തന്നെ കേട്ടോ. ഒരു 8 മണി 9 മണി ഒരു 10 മണി വരെ ഈ കോട ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടാകും കാണാൻ. കോട എന്ന് പറയുമ്പോൾ തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെന്താ പറയുക, ഞങ്ങൾ പോകുന്നത് ഇപ്പം ഒരു രാജസ്ഥാനോ അവിടെ എവിടേക്കോ എത്തിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെയൊക്കെ കണ്ടാൽ നമ്മളെ കേരളം പോലെ തന്നെയല്ലേ തോന്നുന്നത്. അങ്ങനെ പുറം ലോകമായിട്ട് വേറൊരു സ്റ്റേറ്റിലേക്കാണ് പോകുന്നത് നമുക്ക് തോന്നേ ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കണ്ട് യൂനോ കളിക്കായിരുന്നു കേട്ടോ. സാറും ഉണ്ടായിരുന്നു കൂടെ. യൂനോ കളി പിന്നെ പറയണ്ടല്ലോ, ടൈം പോണതേ തീരെ അറിയില്ല. നല്ല രസമായിരുന്നു കേട്ടോ യൂനോ. ഫസ്റ്റ് ടൈം ഞാൻ ഇത്രയും ലാസ്റ്റൊക്കെ ഉണ്ടോ ജയിച്ചത്. എന്നാലും തോൽക്കത്തന്നെ ഞാൻ കഴിച്ചിലായിട്ടുണ്ട്. ഒരു ടീം തോറ്റിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പോകുമ്പോഴാണ് ഈ ഒരു വെള്ളത്തിൻ്റെ സംഭവം കണ്ടത്. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് തോന്നി. വീണ്ടും ഞങ്ങൾ യൂനോ കളിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് സാറ് പോയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇതുപോലത്തെ ആൾക്കാർ വരുമല്ലോ ട്രെയിനിലാകുമ്പോൾ, അങ്ങനത്തെ ആൾക്കാർ വന്നതാണ്. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഇവരിവിടെ നിന്നപ്പോൾ മറ്റേ ആൾ വേറെ സ്ഥലത്തേക്ക് പോയി. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വന്നു. ഇത് കണ്ടില്ല, ഞങ്ങൾ ട്രെയിനിനെ പരിചയപ്പെട്ട കേട്ടോ. അപ്പോഴാണ് ഇവർ വരുന്നത്. ഇവർ വീഡിയോസ് എടുക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരു ഫുഡ് വാങ്ങി കഴിച്ചിരുന്നത്. ഒരു ടേസ്റ്റ് ഇടാത്ത സാധനം മക്കളെ. ഞാൻ പറഞ്ഞില്ല, നമ്മൾ കേരളം വിട്ടാൽ പിന്നെ സ്റ്റേറ്റിൽ നിന്ന് ഫുഡ് വാങ്ങിക്കാത്തതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഇപ്പം നമ്മൾ കണ്ടത് ഞങ്ങൾ ഈവനിങ്ങത്തെ പരിപാടിയാണ്. ഞാൻ കുറച്ച് പാക്ക് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അങ്ങ് കുറേ നേരം ഇരുന്ന് കളിച്ചേക്കണേ. പിന്നെ ഇത് ഈ രാത്രിയൊക്കെ പിന്നെ അടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. വല്ലാതൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് രാത്രിയായി ഇന്നത്തെ ഒരു ദിവസം ഫുൾ എടുക്കാന്നുള്ളൊരു രീതിയിൽ എടുത്തതാണ്. പിന്നെ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ട ടീംസാണ് കേട്ടോ. ഇവരെ കൂടെ ഒന്ന് വീഡിയോ എടുക്കാൻ ഒരു പറഞ്ഞു. ജസ്റ്റ് ഓലയും കൂടെ ചോദിച്ചപ്പോൾ ഉൾപ്പെടുത്തിയതാണ്. ഇത് പിന്നെ രാത്രി പേടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഓള്. പക്ഷെ ആരും പേടിച്ചില്ല ഗായ്സ്. പിന്നെ ഇത് ഇവിടുത്തെ ബോക്സിങ്ങിനോ എന്താ ഗുസ്തിങ്ങനെ തോന്നുന്നുണ്ട്, അതിൻ്റെ ചാമ്പ്യൻസാണ്. പിന്നെ അവരോട് സംസാരിച്ച് പരിചയപ്പെട്ടു. ഇന്നത്തെ ശേഷം അത്രേ ഉള്ളൂ കേട്ടോ.